എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതികൾ നൽകി നിരവധി മലയാളികളെ ആദരിക്കുകയുണ്ടായി. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഇന്ത്യൻ സിനിമയ്ക്കും സമൂഹത്തിനും അദ്ദേഹം ചെയ്ത ദീർഘകാല സംഭാവനകൾ കണക്കിലെടുത്താണത്. നിയമരംഗത്തും പൊതുകാര്യങ്ങളിലുമുള്ള ദീർഘകാല സംഭാവനകളെ മാനിച്ച് ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷൺ ലഭിച്ചു. അതിൻ്റെ കൂടെ ഒരു സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ തീരുമാനം സമൂഹത്തിൽ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം ഒരു കേസിലെ ഒന്നാം പ്രതിയാണെന്ന് കണ്ടു. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പത്മഭൂഷൺ പുരസ്കാരം നൽകുമ്പോൾ അതിന് പിന്നിൽ അസാധാരണമായ ദേശീയ സംഭാവനകളും എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പൊതുസേവനവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ബഹുമതി ലഭിച്ചവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുക സ്വാഭാവികമാണ്. വെള്ളാപ്പള്ളി നടേശൻ വർഷങ്ങളായി SNDP യോഗത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച വ്യക്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നത്. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക മുന്നേറ്റത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പ്രവർത്തനങ്ങൾ ഒരു പത്മഭൂഷൺ പോലെയുള്ള പുരസ്കാരം നേടാൻ മാത്രം നിലവാരമുള്ളതാണോ? ഇന്ത്യയിൽ നിരവധി ശാസ്ത്രജ്ഞരും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും കലാകാരന്മാരും ജീവിതം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉയർത്തുന്നത് സ്വാഭാവികമാണ്. ഒരു പുരസ്കാരത്തിൻ്റെ മഹത്വം അതിൻ്റെ മെഡലിലല്ല, മറിച്ച് ജനങ്ങളുടെ അംഗീകാരത്തിലാണ്. ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ അത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും നീതിപൂർവമായ തീരുമാനമായി തോന്നണം. അല്ലാത്ത പക്ഷം പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തും. വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയും വിലയിരുത്തരുത്. ജനാധിപത്യത്തിൽ ഏത് പുരസ്കാരവും ചർച്ച ചെയ്യാനും വിമർശിക്കാനും പൗരന്മാർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കാനും അവർ തയ്യാറാകണം. അതിനാൽ പത്മഭൂഷൺ പോലുള്ള ദേശീയ ബഹുമതികൾ നൽകുമ്പോൾ മാനദണ്ഡങ്ങൾ സുതാര്യമായിരിക്കേണ്ടതില്ലേ? ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തമാക്കേണ്ടതില്ലേ? താങ്ക് യു.